ായ മർക്കോസ് എവൻഗേലിയോസിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ്. പരിശുദ്ധനായ മർക്കോസ് എവൻഗേലിയോസിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 5 വിവാദ കഥകൾ എന്ന മറ്റൊരു ഭാഗം അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വിവാദ കഥകളുടെ ആരംഭം കുറിക്കുന്ന വേദഭാഗമാണ് ഇന്ന് വായിച്ചു കേട്ടത്. ഈ വിവാദ കഥകൾ 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 3-ാം അധ്യായം 6-ാം വാക്യം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വേദഭാഗമാണ്. ഈ ഭാഗത്ത് ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ തന്നിൽ ആരോപിക്കപ്പെട്ടതായ 5 ആരോപണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ആദ്യത്തേതായ ആരോപണത്തിന് വിധേയമായ സംഭവമാണ് ഇന്നത്തെ ചിന്ത. അതായത് തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നു. ഇതിന് ആരോപണ വിധേയമായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ പാപം, പാപി, പാപമോചനം. ഈ വിഷയത്തെ അധിഷ്ഠിതമാക്കി യഹൂദന്മാർ ക്രിസ്തുവിൽ ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട്. ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നത്രേ. ദൈവദൂഷണം പറയുക എന്ന് പറയുമ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളുവാൻ സാധ്യമല്ലാത്ത ഒരു പ്രവർത്തനമാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ തളർവാദ രോഗിയെ സൗഖ്യമാക്കി അവൻ്റെ പാപങ്ങളെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ യേശുവിൻ്റെ ദിവ്യമായ ദൗത്യത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കണ്ണോടിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം തരുന്ന ഒരു ഭാഗമാണ്. യേശുവിൻ്റെ ദിവ്യമായ ദൗത്യമെന്ത് എന്ന് പഠന വിഷയമാക്കിയാൽ ആ ദിവ്യമായ ദൗത്യത്തെക്കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം അതിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ സഹായിക്കുന്ന താക്കോൽ രംഗമാണ് ഇന്നത്തെ വായന ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ എന്താണ് ക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരത്തിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ അത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം അത് യൗസേപ്പിനുണ്ടായ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ ദർശനം അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ മാറ്റിമറിക്കുന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ദൈവദൂതൻ യൗസേപ്പിനോട് പറയുന്നു, പിറക്കുവാൻ പോകുന്ന ശിശു തൻ്റെ ജനങ്ങളുടെ പാപങ്ങളെ മോചിക്കുന്നവനാകിയാൽ അവന് യേശു എന്ന് പേർ വിളിക്കണം. പിറക്കുവാൻ പോകുന്ന ശിശു തൻ്റെ ജനങ്ങളുടെ പാപത്തെ നീക്കുന്നവനാകിയാൽ അവന് യേശു എന്ന് പേർ വിളിക്കണം. ഈ ദർശന വചനം നിറവേറപ്പെടുവാനായി കാത്തുകിടക്കുന്ന ഒരു വചനമായി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അത് നിറവേറ്റപ്പെട്ടിട്ടില്ല, ഒരു പ്രവചനം മാത്രമാണ്. എന്നാൽ ആ പ്രവചനം നിറവേറ്റപ്പെടുന്നതിൻ്റെ തുടക്കം കുറിക്കുന്നത് മർക്കോസ് എവൻഗേലിയോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം ആദ്യ ഭാഗത്താണ്. അവിടെ കർത്താവ് പക്ഷപാത രോഗിയോട് പറയുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പാപങ്ങളെ മോചിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര ദൗത്യത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ആ പരമപ്രധാനമായ ലക്ഷ്യത്തിൻ്റെ വക്താക്കളായി മാറുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കളായി മാറുവാൻ തക്കവണ്ണമാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടം നാം ഓരോരുത്തരും ആചരിക്കുന്നത്. ഇപ്പോൾ യോസഫിനുണ്ടായ ആ ദൂത് അതിൻ്റെ പൂർത്തീകരണം ഇവിടെ ആരംഭം കുറിക്കുന്നു. രണ്ടാമത് ഈ പാപമോചനവുമായി സംബന്ധിച്ചുള്ള ഒരാശയം
നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഹൂദന്മാർ അവനിൽ ആരോപിക്കുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നുള്ളതത്രേ. ഈ ദൈവദൂഷണം എന്ന് പറയുന്ന ആ പ്രസ്താവനയുടെ പിറകിൽ കുരിശിൻ്റെ നിഴൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് നമുക്കറിയാം. അവൻ കാൽവറിയിൽ യാഗമായി തീർന്നത് തൻ്റെ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ യഹൂദ സമൂഹത്തിൻ്റെ അസൂയ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലമായിട്ടാണ് അവൻ കുരിശുമരണം വഹിക്കേണ്ടതായി വന്നതെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. കുരിശിൻ്റെ നിഴൽ ഇവിടെ കാണുവാനായിട്ട് കഴിയും എന്ന് പറയുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ ന്യായവിസ്താരം നടത്തുവാൻ വേണ്ടി സന്നദ്ധി സംഘത്തിൻ്റെ മുൻപാകെ യേശുവിനെ ഹാജരാക്കുന്നു. പല വിധത്തിലുള്ള ആരോപണങ്ങൾ പല സാക്ഷികളെ നിരത്തി നിർത്തി അവനിൽ ആരോപിക്കുമ്പോഴും അവൻ മൗനിയായി നിൽക്കുന്നതായ സാഹചര്യം കാണുന്നു. അവസാനമായി മഹാപുരോഹിതൻ ചോദിക്കുന്നുണ്ട്, നീ വാസ്തവമായും ദൈവത്തിൻ്റെ പുത്രനാകുന്നുവോ എന്ന്. ദൈവപുത്രനായ മശിഹയാകുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, അതെ, ഞാൻ ദൈവത്തിൻ്റെ പുത്രനായ മശിഹയാകുന്നു. പുരോഹിതൻ എഴുന്നേറ്റ് തൻ്റെ വസ്ത്രം കീറി അവൻ പ്രസ്താവിക്കുകയാണ്, ഇനി നമുക്ക് സാക്ഷികളെ കൊണ്ട് ആവശ്യമില്ല. ദൈവദൂഷണം പറയുന്നത് അവൻ്റെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടിരിക്കുന്നു. എന്താണ് ആ ദൈവദൂഷണം? തന്നെത്താൻ ദൈവമാക്കി മറ്റുള്ളവരുടെ പാപങ്ങളെ അവൻ പൊറുത്തു. ഇതാണ് ദൈവദൂഷണമെന്ന് അവർ ആരോപിക്കുവാൻ ഇടയാക്കിയ ആരോപണ വിഷയം. ഇത് പറഞ്ഞിട്ട് പുരോഹിതൻ കൂടിയിരിക്കുന്ന ജനങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? കൂടിയിരുന്ന ജനം അസന്നിഗ്ധമായി പറഞ്ഞു, ഇവൻ മരണാർഹൻ. അതിന് കാരണമുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യേശു ദൈവപുത്രനല്ല. അവൻ യൗസേപ്പിൻ്റെയും മറിയയുടെയും പുത്രനായ യേശു. അവൻ്റെ സഹോദരങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യനായി യേശുവിനെ അവർ വീക്ഷിക്കുമ്പോൾ ഇവന് പാപമോചനം നൽകുവാനുള്ള അധികാരമെന്ത്? അവൻ ദൈവപുത്രനായ മശിഹയാകുന്നു എന്ന് അവകാശപ്പെടുവാനായിട്ടുള്ള അവകാശമെന്ത്? ഈ അവകാശവാദത്തെയാണ് അവർ ദൈവദൂഷണമെന്ന് ആരോപിച്ചിട്ട് കുരിശു മരണത്തിലേക്ക് നയിക്കുന്നതായ സംഭവം. വീണ്ടും യേശുതമ്പുരാൻ മറ്റൊരു ആശയതലത്തിലേക്ക് ഈ പ്രസ്താവന കൊണ്ട് വിരൽ ചൂണ്ടുകയാണ്. യഥാർത്ഥമായ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് എവിടെയാണ്? സംഭവം നമുക്കറിയാം. ഗലീലയിലെ കഫർന്നഹൂമിലെ വീട്ടിൽ അവനായിരിക്കുമ്പോൾ അവൻ അവിടെയുണ്ട് എന്ന് അറിഞ്ഞിട്ട് വളരെ പുരുഷാരം അവിടേക്ക് വന്നുകൂടുകയാണ്. ദൈവവചനം ശ്രവിക്കുവാനും രോഗസൗഖ്യങ്ങൾ പ്രാപിക്കുവാനും. ഈ വലിയ പുരുഷാരം അവിടേക്ക് വന്നുകൂടി അവരുടെ ഹൃദയങ്ങൾ ദൈവവചനത്തെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമെന്ന് കണ്ടിട്ട് ഒരുക്കപ്പെട്ട ഹൃദയമാകുന്ന വയലിലേക്ക് കർത്താവ് ദൈവവചനമാകുന്ന വിത്ത് വാരി വിതച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 4 ആളുകൾ ഒരു പക്ഷപാത രോഗിയെ ഒരു കട്ടിലിൽ ചുമന്നുകൊണ്ട് അവിടേക്ക് കടന്നു വരുന്നത്. വർദ്ധിച്ച ജനസമൂഹം നിമിത്തം അവനെ സമീപിക്കുവാൻ അവർക്ക് സാധിച്ചില്ല എന്ന് തിരുവചനം സാക്ഷിക്കുന്നു. ആയതിനാൽ അവൻ ഇരുന്നിരുന്ന കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറി അതിൻ്റെ മേൽപ്പുര നീക്കി ഈ തളർവാദ രോഗിയെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുന്നു. അവനെ ദൈവസന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ അവർക്കൊരു ഉദ്ദേശമുണ്ട്. എന്താ? ഈ വ്യക്തിക്ക് സൗഖ്യം പ്രാപിക്കുക. ഈ ചുമന്നുകൊണ്ടുവന്ന 4 പേരുടെയും ലക്ഷ്യം അതാണ്. ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കപ്പെട്ടതായ തളർവാദ രോഗിയുടെയും ലക്ഷ്യം അതുതന്നെയാണ്. എന്നാൽ തീർത്തും തികച്ചും
അവരെ നിരാശപ്പെടുത്തുന്നതായ ഒരു മറുപടിയാണ് ക്രിസ്തുവിൻ്റെ വാഗ്മുഖത്തിൽ നിന്ന് പുറപ്പെട്ടത്. എന്താണ്? അവന് സൗഖ്യമാകട്ടെ എന്ന് പറയുന്നതിന് പകരം അവൻ അവിടെ പ്രസ്താവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഈ പ്രസ്താവന നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് യഥാർത്ഥമായ വീണ്ടെടുപ്പ് എവിടെയാണ് എന്ന ചോദ്യത്തിൻ്റെ മറുപടി. രോഗത്തിൻ്റെയും ദണ്ഡത്തിൻ്റെയും കാരണം ഈ പ്രസ്താവനയിൽ താൻ ചൂണ്ടിക്കാണിക്കുകയാണ്. രോഗത്തിൻ്റെയും ദണ്ഡത്തിൻ്റെയും പ്രധാന കാരണം പാപം തന്നെയാകുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നു. കാരണം ഈ സംഭവം നടക്കുന്ന യഹൂദ സമൂഹത്തിലാണ്. യഹൂദന്മാരുടെ അന്നത്തെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, കഠിനമായ രോഗം, മാറാ രോഗങ്ങൾ എന്ന് പറയുന്നത് പാപത്തിൻ്റെ പരിണിത ഫലമാണ്. അതിൻ്റെ തൽഫലമായി ദൈവ ശിക്ഷ അവനിലേക്ക് കടന്നു വരുന്നതിൻ്റെ ലക്ഷണമാണ് ഈ മാറാ രോഗങ്ങൾ അവനിൽ വ്യാപിക്കുന്നത്. അങ്ങനെയാകുന്നുവെങ്കിൽ ഈ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച ഈ രോഗി, ഈ തളർവാദ രോഗി, അവന് തളർവാദം ഉണ്ടാകുവാനായിട്ടുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ പാപം തന്നെയാണ് എന്ന് യഹൂദ സമൂഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നു, യഥാർത്ഥമായ വീണ്ടെടുപ്പ് പാപങ്ങളുടെ മോചനത്തിലാണ്. അതുകൊണ്ട് അവന് സൗഖ്യം കൊടുക്കുന്നതിനേക്കാൾ മുമ്പേ അവനോട് പറയുന്ന വചനം എന്ത് എന്ന് ചോദിച്ചാൽ, നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു. ഈ പ്രസ്താവനയാ ദൈവദൂഷണമായി അവർ പറയുന്നത്. പാപങ്ങളുടെ മോചനം സൗഖ്യത്തിന് ഏറെ ആവശ്യം. സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നു, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. ഈ പാപങ്ങൾ മോചിക്കപ്പെടുമ്പോഴാണ്, ക്ഷമിക്കപ്പെടുമ്പോഴാണ് നമ്മളുടെ ഹൃദയം സന്തുഷ്ടമാകുന്നത്. അതൊരു ഔഷധമാണ്. ആ ഔഷധം തന്നെ നമ്മളുടെ രോഗത്തെ നീക്കുവാനായിട്ട് സഹായിക്കുന്ന ഘടകമാണ്. ആകയാൽ യഥാർത്ഥമായ വീണ്ടെടുപ്പ് എവിടെ എന്ന് ചോദിച്ചാൽ അത് പാപങ്ങളുടെ മോചനത്തിലാണ്. പുറമേയുള്ള സൗഖ്യം, ബാഹ്യമായ സൗന്ദര്യ ലക്ഷണങ്ങൾ നമ്മൾക്ക് പകർന്നു തരുന്നുവെങ്കിലും നിന്റെ ആന്തരികമായ മനുഷ്യന് സൗഖ്യം പ്രാപിക്കുന്നില്ല എങ്കിൽ ഈ ബാഹ്യമായ സൗഖ്യം വെറും ബാഹ്യമായ സൗന്ദര്യമായി മാത്രം അവശേഷിക്കുന്നു. നിന്റെ ആന്തരിക മനുഷ്യൻ എപ്പോഴും രോഗാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ രോഗാവസ്ഥയിലായിരിക്കുന്ന ആന്തരിക മനുഷ്യനെ സൗഖ്യം കൊടുക്കുവാൻ തക്കതിന്മേണമാണ് പാപങ്ങളുടെ മോചനം ആവശ്യമായിരിക്കുന്നത്. ഈ നോമ്പിൻ്റെ കാലഘട്ടം നമുക്കറിയാം. എന്തിനു വേണ്ടിയുള്ളതാ? ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ചിന്താവിഷയങ്ങളൊക്കെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളാണ്. പാപങ്ങളുടെ മോചനമാണ്. കാനാവിലെ കല്യാണ വിരുന്നിൻ്റെ ആ അത്ഭുതമൊഴിച്ച് ബാക്കി എല്ലാ അത്ഭുതങ്ങളെയും നോക്കിയാൽ അതിൽ പാപമോചനത്തിൻ്റെ അംശങ്ങൾ മറവായി കിടക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പാപങ്ങളുടെ മോചനം നമുക്ക് ലഭ്യമാകുന്നില്ല എങ്കിൽ നിന്റെ ആന്തരിക മനുഷ്യൻ സൗഖ്യം പ്രാപിക്കില്ല. അതുകൊണ്ട് കർത്താവ് ബാഹ്യമായ അവൻ്റെ രോഗലക്ഷണത്തെക്കാൾ മുമ്പേ ദർശിച്ചത് ഇവൻ്റെ ആന്തരികമായ മനുഷ്യൻ്റെ രോഗാവസ്ഥയാണ്. ഈ ആന്തരികമായ മനുഷ്യൻ്റെ രോഗത്തെ മാറ്റി അവനെ യഥാർത്ഥ വ്യക്തിയാക്കുവാൻ തക്കതിന്മണ്ണമാണ് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത് എന്നുള്ളതിന് തർക്കമില്ല. അവൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സംഭവങ്ങൾ വീക്ഷിച്ചാൽ ഈ ആശയതലം അതിൽ മറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. താൻ ബലിയായിത്തീരുന്ന ബലിപീഠമായ ആ കുരിശിൽ അവൻ യാഗമായി തീരുമ്പോഴും അവൻ പ്രാർത്ഥിക്കുന്നു. വലത്തുഭാഗത്തെ കള്ളനോട് പറയുന്നു, നിന്റെ പാപങ്ങൾ പുറത്തിരിക്കുന്നു, നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും. തന്നെ കുരിശിൽ തറച്ചവരോട് പറയുന്നു, പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, ഇവരുടെ പാപങ്ങൾ ഇവരിൽ നിലനിർത്തരുതേ. കാരണം ഈ പാപങ്ങൾ പലവിധമായ രോഗങ്ങൾക്ക് ഇടയായിത്തീരും. ധാർമ്മിക മൂല്യങ്ങൾ താളം തെറ്റിയ ജീവിത ശൈലിയാണ് പല രോഗങ്ങളുടെയും കാരണമെന്നുള്ളത് നാം തിരിച്ചറിയണം. ധാർമ്മിക മൂല്യങ്ങളുടെ താളം തെറ്റിയ ജീവിത ശൈലി, അത് ഇന്നത്തെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം
വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ പത്രം, ഈ ആഴ്ചത്തെ പത്രം ഞാൻ കണ്ടില്ല, ഞായറാഴ്ചത്തെ പത്രം നമ്മൾ നോക്കിയാൽ അതിലെ ഏറ്റവും ലീഡിങ് ന്യൂസ്, തലക്കെട്ടായി വന്നിരിക്കുന്ന വാർത്ത എന്ത് എന്ന് ചോദിച്ചാൽ 59 ദിവസം 70 കൊലപാതകം. 59 ദിവസം കൊണ്ട് നടത്തപ്പെട്ടത് 70 കൊലപാതകം. എന്താ കാരണം? താളം തെറ്റിയ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യ സമൂഹം. ധാർമ്മിക മൂല്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മകൻ അപ്പനെ കൊല്ലുന്നു, അപ്പൻ മകനെ വധിക്കുന്നു. മകൾ അമ്മയ്ക്കെതിരായി പ്രവർത്തിക്കുന്നു, അമ്മ മകൾക്കായി പ്രവർത്തിക്കുന്നു. ഭാര്യ ഭർത്താവിനെ വധിക്കുന്നു, ഭർത്താവ് ഭാര്യയെ വധിക്കുന്നു. സഹോദരൻ സഹോദരനെതിരായി വാളോങ്ങുന്നു. സമസൃഷ്ടി തൻ്റെ സമസൃഷ്ടിയോട് അവൻ ക്രൂരമായി പെരുമാറുന്നു, അവനെ വധിക്കുവാനായി തുനിയുന്നു. എന്താണ് കാരണം? താളം തെറ്റിയ ധാർമ്മികതയുടെ അനുഭവം മനുഷ്യൻ്റെ ഹൃദയങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു. ഇത് നമ്മളുടെ സമൂഹത്തിൽ വലിയ പ്രതിസന്ധിയായി വരികയാണ്. ഈ താളം തെറ്റലുകളെ ക്രമീകരിക്കുവാൻ വേണ്ടി ഭരണതലത്തിൽ പല നടപടികൾ കൈക്കൊള്ളുന്നുവെങ്കിലും അവിടെയൊക്കെ ചില വേർകൃത്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലരെ രക്ഷിക്കുവാനും ചിലരെ ശിക്ഷിക്കുവാനുമായിട്ടുള്ള ഒരു സമീപനം. അതല്ല നമുക്ക് ആവശ്യം. താളം തെറ്റലിൻ്റെ മൂല്യ കാരണം കണ്ടെത്തുക, ആ താളം തെറ്റലിനെ താളാത്മകമാക്കി മാറ്റുക. അങ്ങനെ താളാത്മകമായി മാറിയ വ്യക്തിത്വങ്ങളുടെ സമൂഹമായി നമുക്ക് മാറാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ സമൂഹം ഈ വലിയ വിപത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഈ വചനം ഇന്ന് വളരെ പ്രാധാന്യം അറിയിക്കുക. നിന്റെ ബാഹ്യമായ സൗഖ്യം നിന്നെ സൗന്ദര്യവൽക്കരിക്കുമെങ്കിൽ, നിന്റെ ആന്തരിക മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുന്നില്ല എങ്കിൽ ആ ബാഹ്യമായ സൗന്ദര്യം വെറും ബാഹ്യമായ ഒരു ലക്ഷണമായി മാത്രം നിന്നിൽ അവശേഷിക്കും. നിന്റെ ആന്തരിക മനുഷ്യന് സൗഖ്യം ലഭിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ നമ്മളുടെ രക്ഷ എവിടെയാണ് എന്ന് ചോദിച്ചാൽ, നിന്റെ വീണ്ടെടുപ്പ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, അത് ആന്തരിക മനുഷ്യൻ്റെ താളാത്മകമായ ജീവിത ശൈലി വീണ്ടെടുത്തുകൊണ്ടുള്ള ജീവിതത്തിലാണ് ഈ ആത്മീയത അല്ലെങ്കിൽ വീണ്ടെടുപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതെങ്ങനെ നമ്മുടെ ഈ സമൂഹത്തിൽ വീണ്ടെടുക്കുവാനായിട്ട് കഴിയും? നോമ്പിൻ്റെ കാലം അതിന് പ്രത്യേകമായി വേർതിരിക്കപ്പെട്ടിരിക്കുക. അനുതാപത്തിൻ്റെ കാലഘട്ടമാണ്. ക്രിസ്തുവിൻ്റെ കുരിശിനെ നോക്കി യാത്ര ചെയ്യുന്ന കാലഘട്ടമാണ്. ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നാം ഈ 40 നോമ്പ് കഴിഞ്ഞ് കഷ്ടാനുഭവം ആചരിച്ച് ദുഃഖവെള്ളിയാഴ്ച എത്തുമ്പോഴേക്കും ആ കുരിശിൻ്റെ ചുവട്ടിൽ നാം കുമ്പിടുകയാണ്. ആ കുരിശിൻ്റെ ചുവട്ടിൽ നാം വന്ദിക്കുന്നത് കേവലം ഒരു ആചാരമായി മാറുന്നുവെങ്കിൽ, മുമ്പേ പറഞ്ഞ ആ ബാഹ്യമായ സൗന്ദര്യത്തിനിടയായി തീർന്ന ബാഹ്യമായ സൗന്ദര്യമായി മാറുന്നത് പോലെ തന്നെ അതൊരു ബാഹ്യമായ ആചരണമായി മാത്രം അവസാനിക്കും. മറിച്ച് അത് നിൻ്റെ ആന്തരിക മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ആത്മീയ തലമായി നിന്നിൽ രൂപപ്പെടുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ആന്തരിക മനുഷ്യൻ സൗഖ്യം പ്രാപിക്കും, ശക്തിയാർജിക്കും. ഈ നോമ്പ് എനിക്ക് അതിന് സഹായകരമാകുന്നുണ്ടോ ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയെ പകർന്നു തരട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ.